എടുത്തോടെ, എടുത്തോ. എന്നാ എന്നാ എടുത്തോ. നമ്മുടെ ജയിൻറ്റ് ഗൗറ, നമ്പൂതിരി മീൻ, ബ്രാഹ്മണ മീൻ, അങ്ങനെ പല പേര് അറിയപ്പെടുന്ന ഒരു മത്സ്യമാണിത്. ഇവരെല്ലാവരും ഒരു 5 മുതൽ 6 കിലോ അതിൻ്റെ ആ ഒരു വലിപ്പമുണ്ട്. എല്ലാവർക്കും ഒരു 12-15 വയസ്സുമുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ വളർത്തുന്നതാണ്, കൊല്ലാൻ വേണ്ടി വളർത്തുന്നതല്ല. വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജ് ഫുഡും കഴിക്കും. പ്രത്യേകിച്ച് വാങ്ങിക്കുന്ന തീറ്റ ഒന്നും തന്നെ കൊടുക്കാറില്ല. വീട്ടിലുണ്ടാക്കണ അപ്പം, ദോശ, ഇഡലി, പിന്നെ ചെമ്പരത്തിപ്പൂ ഇഷ്ടമാണ്. ചേമ്പല എന്ന് വെച്ചാൽ നമ്മൾ കറിക്കൊക്കെ എടുക്കണ ചേമ്പില്ലേ, കാട്ടുചേമ്പല്ല, ആ ചേമ്പിൻ്റെ ഇല ഇഷ്ടമാണ്. പിന്നെ പഴം, കശുമാങ്ങ, കപ്പരങ്ങ, ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചോളും നല്ല രീതിയിൽ. എൻ്റെ മോനിടക്ക് വന്ന് കല്ല് ചെറിയ അതും ഇതൊക്കെ ചെയ്യണതുകൊണ്ടാണ് അടുക്കാത്തത്. നല്ല രീതിയിൽ ഇണങ്ങണ ഒരു മത്സ്യമാണ്. എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഇവരെക്കുറിച്ച്. മൊബൈലിൽ എടുക്കണതുകൊണ്ടാണ് വലിപ്പം തോന്നിക്കാത്തത്. നമ്മൾ നല്ലോണം ഇണക്കി വളർത്തിയാൽ കയ്യിൽ നിന്ന് വരെ വന്ന് ആഹാരം മേടിച്ചോളും. പിന്നെ താഴെ നടക്കണ ചെറുത് നാടൻ അനാബസ്, അതായത് നമ്മൾ ചെമ്പല്ലി, കരിത്തല, കറുപ്പ്, കല്ലേമുട്ടി എന്നൊക്കെ പറയുന്ന നാടൻ അനാബസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അത് നാച്ചുറലായിട്ട് ഇതിൻ്റെ അകത്ത് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. പിന്നെ കരിമീനുണ്ട്, വരാലുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത്യാവശ്യം നാടൻ മത്സ്യങ്ങളെല്ലാം ഉണ്ട്. മൊബൈൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഭയമുണ്ട്. രാവിലെ കുറേ ചെമ്പരത്തിപ്പൂവൊക്കെ മോൻ പറിച്ചിട്ട് കൊടുത്ത്, അതിൻ്റെ കൂട്ടത്തിൽ അവൻ ശംഖുപുഷ്പത്തിൻ്റെ എന്തിൻ്റെയൊക്കെ വെള്ളപ്പൂവൊക്കെ പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അവർ തിന്നത്തില്ല. അവരുടെ കുട്ടികളുമൊക്കെ ഉണ്ട്. കണ്ടരുമാനം കുട്ടികളെയൊന്നും കിട്ടാറില്ല. അതെ, ഇടി വെക്കണം. കാരണം കുളത്തിൽ വേറെ വരാലും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മുട്ടയിട്ട കുറേ മുട്ടയൊക്കെ അതുങ്ങൾ തിന്നും. നമ്മൾ പലപ്പോഴും കൂട് കൂട്ടിയാണ് നിങ്ങൾ മുട്ടയിടുന്നത്. അതായത് കിളി കൂട് കൂട്ടണ കൂട്ട് ഇപ്പോൾ കിടക്കണ കമ്പും കോലും ഈ കവുങ്ങിൻ്റെ തണങ്ങും ഒക്കെ കൂടെ വലിച്ചു കീറി കിളി കൂട് കൂട്ടുന്ന കൂട്ട് തന്നെ കൂട് കൂട്ടി അതിൻ്റെ അകത്താണ് മുട്ടയിടുന്നത്. വെള്ളം പറ്റിക്കഴിയുമ്പോൾ നമുക്ക് കൂട് കിട്ടാറുണ്ട്. ഈ മറിയണതൊക്കെ നാടൻ അനാബസിൻ്റെ വലിപ്പമുള്ളങ്ങളാണത്. കുറേ പേരില്ല അവിടെ സൈഡിൽ കുറച്ച് അപ്പം വന്നതിൻ്റെ സന്തോഷത്തിൽ തിന്നുകൊണ്ടിരിക്കുന്നു. പ്രായമായി, അതാണ് 40 വയസ്സ് വരെ. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 40 വയസ്സ് വരെ ഇവർക്ക് ആയുസ്സുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞില്ലേ 10-15 വയസ്സായി, നമുക്ക് നോക്കാം 40 വയസ്സ് വരെ ജീവിക്കുമെന്ന്.